നമസ്കാരം. പ്രധാന വാർത്തകൾ. മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന ആരോപണം. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന ഗർഭിണി മരിച്ചു. ചെറുപ്പളശ്ശേരിയുടെ വികസന കുതിപ്പിന്റെ മറുമുഖം. പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരങ്ങളാൽ ചുറ്റപ്പെട്ട് നഗരം. ചോദ്യചിഹ്നമായി മാറുന്ന മാലിന്യ നിർമ്മാർജ്ജനത്തിലെ ഗുരുതര വീഴ്ചകൾ. തത്തേങ്ങലത്ത് സ്ഥലം ലഭിച്ച ആദിവാസി കുടുംബങ്ങൾ ലൈഫ് പദ്ധതി ലിസ്റ്റിൽ. ഉടൻ വീട് അനുവദിക്കുമെന്ന് തെങ്കര പഞ്ചായത്ത് ഭരണസമിതി. ഇതിനിടയ്ക്ക് സംരക്ഷകരായി ചിലർ അവതരിച്ചത് രാഷ്ട്രീയ നാടകമെന്ന ആരോപണം. കേന്ദ്ര സർക്കാർ പുതിയ ട്രാൻസ്പോർട്ട് നിയമങ്ങൾ നടപ്പാക്കിയാൽ തിരിച്ചടിയാകുമെന്ന് ഓട്ടോ ടാക്സി തൊഴിലാളികൾ. നിയമങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യവുമായി പെരിന്തൽമണ്ണ പോസ്റ്റ് ഓഫീസിലേക്ക് ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയന്റെ മാർച്ച്. കരിമ്പുഴയ്ക്ക് കുറുകെ വലമ്പിലിമംഗലം മുണ്ടോർശി തടയണ 4.34 കോടി രൂപയുടെ പദ്ധതിക്ക് ഉദ്ഘാടനം നിർവഹിച്ച് MLA കെ പ്രേംകുമാർ. പ്രഷർ ഗണ്ണിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചു. ഒറ്റപ്പാലം മനിശ്ശേരി തൃക്കങ്ങോട് സ്വദേശി പുതുപ്പറമ്പിൽ അജീഷാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന ആരോപണം. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന ഗർഭിണി മരിച്ചു. തൃത്താല മേഴത്തൂർ സ്വദേശിനി 29-കാരി നൌഷിജയാണ് മരിച്ചത്. ഫെബ്രുവരി 16-നാണ് 9 മാസം ഗർഭിണിയായ നൌഷിജയെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 20-ന് കാലത്ത് 10:30 ശ്വാസതടസ്സവും ബ്ലീഡിംഗും ഉണ്ടായതിനെ തുടർന്ന് വാണിയംകുളം PK ദാസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിയപ്പോഴേക്ക് യുവതിയുടെ മരണം സംഭവിച്ചിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നും ചികിത്സാരേഖകൾ നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ലെന്നും ആരോപിച്ച് നൌഷിജയുടെ സഹോദരൻ നൽകിയ പരാതിയിൽ തൃത്താല പോലീസ് കേസെടുത്തു. ചെറുപ്പളശ്ശേരി നഗരവികസനത്തിൽ മാതൃകയായി മാറുമ്പോഴും മാലിന്യ നിർമ്മാർജ്ജനത്തിലെ ഗുരുതര വീഴ്ചകൾ ചോദ്യചിഹ്നമായി ഉയരുകയാണ്. ചന്ദൻ ചാർത്താൻ ഒരുങ്ങി നിൽക്കുന്ന ചെറുപ്പളശ്ശേരിയുടെ മറ്റൊരു മുഖം. വികസന നേട്ടങ്ങളുടെ മറവിൽ മറഞ്ഞു പോകുന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഒരു ഉറ്റുനോട്ടം. വികസന കുതിപ്പുകൊണ്ട് നമ്പർ 1 മാറിയ ചെറുപ്പളശ്ശേരി നഗരത്തിന്റെ മറ്റൊരു മുഖമാണിത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കുമിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരങ്ങളാണ് ഈ കാണുന്നത്. എല്ലാം നഗര മധ്യത്തിൽ തന്നെ. വിവിധയിടങ്ങളിൽ ആളൊഴിഞ്ഞ സ്ഥലങ്ങൾ മുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന റെസിഡൻഷ്യൽ ഏരിയകളിൽ വരെ സർവം പ്ലാസ്റ്റിക് മയം. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കൈവരിച്ച നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന തിരക്കിൽ അധികാരികൾ ഇവിടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാൻ മറന്നുപോയതാണോ? അതോ ഇവിടെ ജീവിക്കുന്നവരുടെ ആരോഗ്യത്തിനും പ്രകൃതിക്കും പുല്ലുവില നൽകി മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ? രണ്ടായാലും ദുരിതം അനുഭവിക്കേണ്ടി വരിക ഇവിടെ ജീവിക്കുന്ന സാധാരണ മനുഷ്യരാണ്. ഏക്കറോളം വരുന്ന പറമ്പ് മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ കാഴ്ചയുണ്ട് ചെറുപ്പളശ്ശേരിയിൽ. 24 മണിക്കൂറിലും യാത്രക്കാർ സഞ്ചരിക്കുന്ന പ്രധാന പാതയുടെ തൊട്ടടുത്ത് വർഷങ്ങളായി കുമിഞ്ഞുകൂടുന്ന ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കൂമ്പാരവും ചെറുപ്പളശ്ശേരിയിൽ തന്നെ. നഗരത്തിലെ പ്രധാന ഊടുവഴികളിൽ എല്ലാം നിറയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കൂമ്പാരവും ഈ കൊച്ചു നഗരത്തിലെ നിത്യ കാഴ്ചയായി മാറി. മദ്യപാനികൾക്കും സാമൂഹ്യ വിരുദ്ധർക്കും പതിച്ചു നൽകിയത് എന്ന പോലെ സ്വൈര്യമായി വിഹരിക്കാൻ ആരും തിരിഞ്ഞു നോക്കാത്ത നിരവധി സ്ഥലങ്ങളുമുണ്ട് ചെറുപ്പളശ്ശേരിയിൽ. ഇവിടെയെല്ലാം ബാക്കിയാവുന്നത് മനുഷ്യനെയും ഭൂമിയെയും ഒരുപോലെ കൊല്ലുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. മാലിന്യം വലിച്ചെറിയുന്നത് പൊതുജനങ്ങളാണെങ്കിലും ഇതിന് തടയിടേണ്ടത് അധികാരികളുടെ ഉത്തരവാദിത്തമാണ്. ലക്ഷങ്ങളും കോടികളും മുടക്കി മാലിന്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ മനഃപൂർവ്വം മറന്നുപോകുന്ന ചില അനാസ്ഥകൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്നതിൽ സംശയമില്ല. അത് പക്ഷേ ഇവിടെ ജീവിക്കുന്ന സാധാരണ ജനങ്ങളായിരിക്കും എന്നു മാത്രം. ലക്ഷങ്ങൾ മുടക്കി ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് കൊണ്ടോ ചെണ്ടയും വാദ്യങ്ങളുമായി ജാഥ നടത്തിയത് കൊണ്ടോ തീരുന്നതല്ല ചെറുപ്പളശ്ശേരിയുടെ മാലിന്യ പ്രശ്നം. ഇടപെടൽ വേണ്ടത് ജനങ്ങൾക്കിടയിലാണ്. സ്വീകരിക്കേണ്ടത് കർശന നടപടികളും. മണ്ണാർക്കാട് തത്തേങ്ങലത്ത് വീട് വെക്കാൻ സ്ഥലം അനുവദിച്ച തെങ്കര പഞ്ചായത്തിലെ ആദിവാസികൾക്ക് ഉടൻ വീട് അനുവദിക്കുമെന്ന് തെങ്കര പഞ്ചായത്ത് ഭരണസമിതി. തത്തേങ്ങലത്ത് സ്ഥലം ലഭിച്ചവരെ ലൈഫ് ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വസ്തുത ഇതായിരിക്കെ തത്തേങ്ങലത്തെ ആദിവാസി കുടുംബത്തിന്റെ സംരക്ഷകരായി ചിലർ അവതരിച്ചത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള നേതാക്കളുടെ പൊറാട്ടു നാടകമെന്ന് ഭരണസമിതി ആരോപിച്ചു.
കുമരംപുത്തൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ ഈ ഡിവിഷൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ആയിരിക്കുമ്പോൾ ഒരു ചെറുവിരൽ അനക്കുകയോ അവർക്ക് വേണ്ടി ഒരു ചെറിയ കാര്യം സംസാരിക്കാനോ ഇതുവരെ ഒരു കാണാത്ത ആൾ വന്നിട്ട് ഇവിടെ വന്ന് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ എന്താണ് മറുപടി പറയുക എന്നുള്ളത് യഥാർത്ഥത്തിലുള്ള സതീശൻ കഞ്ഞിക്കുഴിക്കാരായി മണ്ണറക്കാട്ടത്തെ കോൺഗ്രസ്സുകാർ മാറുന്ന കാഴ്ചയാണ് ഇതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന ആദിവാസി കുടുംബത്തിന്റെ ദുരിതം 1.5 വർഷം മുൻപ് മലബാർ ന്യൂസ് വാർത്തയാക്കിയിരുന്നു. വിഷയം മണ്ണാർക്കാട് കല്ലടി കോളേജിൽ അദാലത്തിനെത്തിയ മന്ത്രി കെ രാജന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തതിനു ശേഷമാണ് അടിയന്തരമായി ഈ കുടുംബത്തിന് ഉൾപ്പെടെയുള്ള 21 കുടുംബങ്ങൾക്ക് തത്തേങ്ങലത്ത് 8 സെന്റ് വീതം അനുവദിച്ചത്. മന്ത്രി രാജൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തുകയും അന്നത്തെ കളക്ടർ ഡോക്ടർ എസ് ചിത്രയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. സമയബന്ധിതമായി ഇവർക്ക് ഭൂമി അളന്ന് നൽകുകയും പട്ടയം അനുവദിക്കുകയും ചെയ്തു. സ്വന്തമായി സ്ഥലം ലഭിച്ചതോടെ ഇവരെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇവർക്ക് വീട് അനുവദിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീന മുണ്ടക്കണി പറഞ്ഞു. കഴിഞ്ഞ ബോർഡിൽ തന്നെ ഞങ്ങൾ തീരുമാനം എടുത്തതാണ് വീട് കൊടുക്കാമെന്നുള്ളത്. പിന്നെ ഇപ്പം എന്താ അങ്ങനെ ഒരു തീരുമാനം വന്നു എന്നുള്ളത് അറിയില്ല. കഴിഞ്ഞ ബോർഡിൽ തന്നെ ഞങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. വീടില്ലാത്തവർക്ക് എല്ലാ എസ്റ്റിക്കാരെയും വീട് കൊടുക്കാമെന്നുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. നിലവിൽ ഇവർ താമസിക്കുന്ന ഷെഡ് സുരക്ഷിതമല്ലാത്തതിനാൽ ഇവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാനും നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അംഗം പി ബിനേഷ് പറഞ്ഞു. വർഷങ്ങളായി ഭൂമിയും വീടുമില്ലാതെ കഴിയുന്ന കുടുംബത്തിന് സ്ഥലം അനുവദിക്കുകയും വീടിനുള്ള നടപടി പൂർത്തിയാക്കുകയും ചെയ്തെന്ന് അറിഞ്ഞപ്പോഴാണ് കുമരംപുത്തൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ദളിത് കോൺഗ്രസ് നേതാവുമായ രാജൻ അമ്പാടത്ത് ഇവരെ സംരക്ഷിക്കാനിറങ്ങിയിരിക്കുന്നത്. ഇദ്ദേഹം നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഡിവിഷനിലായിരുന്നു ഇവരുണ്ടായിരുന്നത്. അന്നൊന്നും തിരിഞ്ഞു നോക്കാതെ ഇപ്പോൾ സംരക്ഷകരായി അവതരിപ്പിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി കുപ്പായം കക്ഷത്ത് വെച്ചാണെന്ന് ബിനീഷ് ആരോപിച്ചു. ഏകകണ്ഠമായി തെങ്കര പഞ്ചായത്തിലെ ഇത്തരത്തിൽ ഭൂമി കിട്ടിയിട്ടുള്ള എസ് ടി കുടുംബങ്ങൾക്ക് വീട് ഇല്ലാത്ത കുടുംബങ്ങളെ കണ്ടെത്തി ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ആ സൈറ്റ് ഓപ്പൺ ചെയ്ത് അത്തരം കുടുംബങ്ങളെയെല്ലാം ഈ ലൈഫ് മിഷൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞ ബോർഡ് ഐക്യകണ്ഠേന തീരുമാനിച്ച് അത് പ്രകാരം തെങ്കര പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങളെയും ലൈഫ് മിഷൻ്റെ ലിസ്റ്റ് ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടിയുമായിട്ട് ഇപ്പോൾ പഞ്ചായത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇവരൊക്കെ ലിസ്റ്റ് കയറി കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ മാത്രമല്ല, ഇവിടെ 5 കുടുംബങ്ങളുടെ വീടും അപ്പുറത്ത് മൂച്ചിക്കുന്ന് ഉന്നതിയിൽ താമസിക്കുന്ന 3 കുടുംബങ്ങൾ, വാസയോഗ്യമല്ലാത്ത വീടുകൾ കണ്ടെത്തി 3 കുടുംബങ്ങളും, അതുപോലെ തന്നെ കൽക്കടിയിൽ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഈ 1-ാം വാർഡിൽ വരുന്ന പ്രദേശത്തുള്ള അവിടെയും വീടുണ്ട്. പക്ഷേ ആ വീട് ഇപ്പോൾ വാസയോഗ്യമല്ല, പഴയ വീടാണ്. അതിനും ഞാൻ ലൈഫ് മിഷനിൽ അപേക്ഷ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് ദളിത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൂടെ നടന്നിട്ടുള്ളത്. ഇവരങ്ങനെ ഈ ഒരു കുടുംബത്തിനെ സംരക്ഷിച്ചാൽ പോരല്ലോ, അങ്ങനെ വാടകയ്ക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ ഇപ്പോൾ 5 കുടുംബങ്ങൾക്ക് ഇപ്പോൾ വീടില്ല എന്നുള്ളതുണ്ട്. ഈ 5 കുടുംബങ്ങൾ ഇവർ വാടകയ്ക്ക് കൊണ്ടുപോകണ്ടേ? ഈ 21 ആളുകൾക്ക് ഇവിടെ സ്ഥലം കിട്ടിയിട്ടുണ്ട്, ഇവരെയൊക്കെ വാടകയ്ക്ക് താമസിപ്പിക്കണ്ടേ? അപ്പോൾ അവരിവിടെ ആദ്യം ഈ നമ്മുടെ ചൂരൽമലയും മുണ്ടക്കായൊക്കെ ഉണ്ടായ മറ്റേ പ്രളയത്തിൻ്റെ ഭാഗമായിട്ട് ആ 100 വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ വിരിച്ചിട്ട് അതിൻ്റെ ഒരു കണക്കും അതിനൊരു കയ്യുമില്ലാത്ത ഈ ദളിത് കോൺഗ്രസുമാണ് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിട്ടുള്ളത്. വളരെ എന്താ പറയുക, പരിഹാസ്യമായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുക. ഇപ്പോൾ അവരുടെ നേതാവ്, അഖിലേന്ത്യാ നേതാവ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാലോ. ഇപ്പോൾ വീടുകളിൽ ചെന്നിട്ട് ക്ഷേമം അന്വേഷിക്കുന്നു, കപ്പ തിന്നുന്നു. ഇപ്പുറത്ത് ഉള്ള പല നാടകങ്ങളും നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു. അതുപോലുള്ളൊരു നാടകമാണ് ഇവിടെ നിന്ന് അരങ്ങേറിയിട്ടുള്ളത്. ഭാഗ്യത്തിന് ഇവിടെ കപ്പ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതും കൂടെ ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് അവരിവിടുന്ന് പോകുമായിരുന്നുള്ളത് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങളാണ്. ഇവർക്ക് ഭൂമിയില്ലാത്ത ഇവർ വലിയ ദുരിതം അനുഭവിക്കുന്ന സമയത്ത് ഇവരൊക്കെ എവിടെയായിരുന്നു? ഇവരെ സഹായിക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല വാടകയ്ക്ക്. അപ്പോഴും ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് കല്ലടി MES കോളേജിൻ്റെ അവിടെ മന്ത്രി വന്ന് പട്ടയമേള നടത്തുമ്പോൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിലിടപെടുകയും അതിൻ്റെ നിരന്തരമായ ഫലമായിട്ടാണ് ഇവർക്കിപ്പോൾ ഈ ഭൂമി കിട്ടുന്ന സ്ഥിതി ഉണ്ടായി. അന്ന് ഒരു കോൺഗ്രസ്സുകാർ ഇവരെയൊന്നും തിരിഞ്ഞു നോക്കാൻ ഉണ്ടായിരുന്നില്ല എന്നുകൂടി ഇപ്പോൾ സമരമായി മുന്നോട്ട് വരുന്നവർ ഈ ആനുകൂല്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ എല്ലാം അട്ടിപ്പേറാവകാശം ഞങ്ങൾക്കാണ് എന്ന് പറയുന്നത് വളരെ പരിഹാസമാണ് എന്നും കൂടെ സൂചിപ്പിക്കുക. മണ്ണാർക്കാട്ടെ മാധ്യമപ്രവർത്തകരുടെയും പൊതുപ്രവർത്തകരുടെയും ഇടപെടലിനെ തുടർന്നാണ് ഇവർക്ക് ഭൂമി അനുവദിച്ചതെന്ന് CPI നേതാവ് ഭാസ്കരൻ മുണ്ടക്കണ്ണി പറഞ്ഞു. സ്ഥലം ലഭിക്കുകയും വീട് ലഭിക്കുമെന്ന് ഉറപ്പാകുകയും ചെയ്തപ്പോഴാണ് കോൺഗ്രസ് നേതാക്കൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഭാസ്കരൻ പറഞ്ഞു.
ഇത് പിന്നെ രാജൻ ആമ്പാടത്ത് ഇവിടെ വന്ന് വിഷയമുണ്ടാക്കുമ്പോൾ ഇതിൻ്റെ മുന്നേ പഞ്ചായത്ത് പ്രസിഡന്റ് കുമരംപുത്തൂരാണെങ്കിൽ പോലും അദ്ദേഹം ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു മെമ്പറായിരുന്നു. ഇദ്ദേഹത്തിന് അന്ന് നേരിട്ട് വന്ന് അന്വേഷിക്കാമായിരുന്നല്ലോ ഇതുപോലുള്ള ആളുകളെയൊക്കെ. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം പിന്നെ ഇവിടെയുള്ള നാട്ടുകാരും ജനപ്രതിനിധികളും പത്രമാധ്യമ സുഹൃത്തുക്കളും കൂടി അന്ന് മന്ത്രി രാജൻ മിനിസ്റ്ററുടെ ശ്രദ്ധയെ കൊണ്ടുവരികയും സഡൻലി ഇതിന് ഇവർക്ക് പട്ടയം കൊടുക്കുക, എത്രയും ഫാസ്റ്റായിട്ട് കൊടുക്കും. അന്നത്തെ വില്ലേജ് ഓഫീസർ ഇവിടെ ഇടപെട്ട് കല്ല് നാട്ടാൻ വരെ അദ്ദേഹം പിന്നെ എല്ലാത്തിനും ഒപ്പം നിന്ന ഒരാളാണ്. പിന്നെ അതുപോലുള്ള ഒരു ഇടപെടൽ ഉണ്ടാവുകൊണ്ട് മാത്രമാണ് ഇത് കിട്ടിയത്. അല്ലാതെ ഈ പിന്നെ ഇതുപോലുള്ള പിന്നെ ഈ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വന്നതാണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ട്രാൻസ്പോർട്ട് നിയമ നടപടികൾക്കെതിരെ ഓട്ടോ ടാക്സി തൊഴിലാളികൾ. പുതിയ ട്രാഫിക് നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ സെക്രട്ടറി KP അനിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ പുതിയ ട്രാൻസ്പോർട്ട് നിയമങ്ങൾ നടപ്പിലാക്കിയാൽ തിരിച്ചടിയാകുമെന്നാണ് ഓട്ടോ ടാക്സി തൊഴിലാളികൾ പറയുന്നത്. ഒരു വർഷത്തിൽ 5 തവണ ഫൈൻ അടിച്ചാൽ പെർമിറ്റും ലൈസൻസും റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരും. ഇത് ഓട്ടോ ടാക്സി തൊഴിലാളികളെ സാരമായി ബാധിക്കും. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ട്രാൻസ്പോർട്ട് നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പെരിന്തൽമണ്ണ മങ്കട ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. ജില്ലാ സെക്രട്ടറി KP അനിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആ നിലയ്ക്ക് ആണ് ഇപ്പോൾ ഈ ബില്ലും കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിപ്പോ രാജ്യത്ത് നടപ്പാക്കപ്പെടുകയാണ്. ഇത് നടപ്പാക്കപ്പെടുമ്പോൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് സ്വാഭാവികമായും ഒരു തൊഴിലാളി വർഗത്തിന്റെ പിന്തുണയുള്ള അവരുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, അതിൽ പ്രവർത്തിക്കുന്ന അധികാരികളെ സംബന്ധിച്ചിടത്തോളം, ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് രാജ്യത്ത് നടപ്പാക്കുമ്പോൾ, നാട്ടിൽ നടപ്പാക്കുമ്പോൾ, രാജ്യമുണ്ടാക്കിയ നിയമമാണ്, നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ്, അതൊക്കെ ശരിയാ. പക്ഷേ അതുകൊണ്ട് ഈ നാട്ടിൽ തൊഴിലെടുക്കുന്ന മനുഷ്യനെ എങ്ങനെ ബാധിക്കുന്നു എന്നത് പരിശോധിക്കാനും അത് പരമാവധി ആ നിയമത്തിന്റെ വ്യവസ്ഥകൾ തൊഴിലാളികൾക്ക് അനുകൂലമായിട്ട് നടപ്പാക്കുന്നതിനും സഹായകരമായ നിലപാട് സ്വീകരിക്കണ്ടേ. സാധാരണ ഒരു സ്വകാര്യ വാഹനം ഓടിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ലൈസൻസ് കട്ടാവും. 6 മാസത്തിനിടയിൽ അത് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടേക്കാം. ഇവിടെ ടാക്സി ഓടിക്കുന്ന, ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയാണെങ്കിലും, ടാക്സിയോ ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയാണെങ്കിൽ അവന്റെ ലൈസൻസ് കട്ടാവുക മാത്രമല്ല, അയാളുടെ പെർമിറ്റും കട്ടാവും. ഇങ്ങനെ ഒരു നിയമം നടപ്പാക്കി കഴിഞ്ഞാൽ ഈ പെർമിറ്റ് കട്ടാകുന്ന തൊഴിലാളി പിന്നെ 6 മാസം എങ്ങനെ ജീവിക്കുക എന്നുള്ള ചോദ്യത്തിന് ഈ നിയമത്തിൽ ഉറപ്പില്ല. രാജ്യത്തൊരു ഭരണഘടന ഉണ്ട്. ആ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം, തൊഴിലെടുക്കാനുള്ള അവകാശം. ആ അടിസ്ഥാനപരമായി ഭരണഘടന ഉറപ്പു നൽകുന്ന തൊഴിലെടുക്കാൻ അവകാശത്തെ പോലും ഗണ്ണിക്കുന്ന രൂപത്തിലാണ് ഇപ്പൊ ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. യൂണിയൻ പെരിന്തൽമണ്ണ ഏരിയ പ്രസിഡന്റ് സത്യനാരായണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി P ഗോപാലൻ, മങ്കട ഏരിയ സെക്രട്ടറിയും ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ K ദിലീപ്, ജലീൽ നെച്ചിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം വലമ്പിലിമംഗലം മുണ്ടോർശി തടയണ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. തടയണയുടെ നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനം ഒറ്റപ്പാലം MLA K പ്രേംകുമാർ നിർവഹിച്ചു. ഈ ഫെബ്രുവരി മാസത്തിൽ മാത്രമായി നമ്മുടെ മണ്ഡലത്തിലും പൊതുവിൽ കേരളത്തിലും സാധാരണ നിലയിലുള്ളതിനേക്കാൾ ഏറെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനവും തുടങ്ങി വയ്ക്കുന്നതിന്റെ ഉദ്ഘാടനവും എല്ലാം നടത്തുകയാണ്. മുമ്പൊക്കെ നമുക്ക് ഒരു 50 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി മണ്ഡലത്തിൽ പൂർത്തിയായാൽ അപ്പോൾ അതിന് മന്ത്രി വരും, മന്ത്രിയെ നമുക്ക് വിളിക്കാൻ പറ്റും. ഇപ്പൊ ഓരോ മണ്ഡലത്തിലും ഏതാണ്ട് എല്ലാ വകുപ്പിലെയും മന്ത്രിമാർക്ക് ദിവസങ്ങളോളം ഉദ്ഘാടനം ചെയ്യാനുള്ള അത്ര വികസന പദ്ധതികൾ പൂർത്തീകരിച്ചവയും തുടങ്ങാനിരിക്കുന്നവയുമായിട്ടുണ്ട് എന്നതാണ് നാം കാണേണ്ടത്. ഇപ്പോൾ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ മാത്രം ഇന്ന് മുതൽ വ്യത്യസ്തങ്ങളാർന്ന പദ്ധതികൾ, പ്രവർത്തനങ്ങൾ തുടങ്ങാനിരിക്കുന്നതും പൂർത്തീകരിച്ചവയുമായവയുടെ ഉദ്ഘാടന മഹോത്സവം നടക്കാൻ പോവുകയാണ്. ഇന്നിപ്പോ 4,34 ലക്ഷം രൂപയുടെ മുണ്ടോർശിക്കടവ് തടയണയുടെ നിർമ്മാണ ഉദ്ഘാടനം. കരിമ്പുഴ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു തടയണ. തടയണയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിൽ 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നു എന്ന് മാത്രമല്ല
400-ലധികം ഹെക്ടർ സ്ഥലം എന്ന് പറഞ്ഞാൽ, ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2.5 ഏക്കർ സ്ഥലം വരും. വറ്റാത്ത നീരുറവയായ കരിമ്പുഴയ്ക്ക് കുറുകെ ശ്രീകൃഷ്ണപുരം, കരിമ്പുഴ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന വലമ്പിലിമംഗലം മുണ്ടോർശി തടയണയുടെ നിർമ്മാണത്തിന് 4.34 കോടി രൂപ സംസ്ഥാന സർക്കാർ വകയിരുത്തി. 88.3 മീറ്റർ നീളത്തിലും 2 മീറ്റർ ഉയരത്തിലുമാണ് തടയണ നിർമ്മിക്കുന്നത്. ശ്രീകൃഷ്ണപുരം, കരിമ്പുഴ, കടമ്പഴിപ്പുറം, പൂക്കോട്ടുകാവ് പഞ്ചായത്തുകളിലെ കുടിവെള്ള വിതരണം ഉറപ്പുവരുത്തുന്ന സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതിയുടെ പ്രവർത്തനശേഷി ഉയർത്തുന്നതിനോടൊപ്പം പ്രാദേശിക ടൂറിസം സാധ്യതകൾ വികസിപ്പിക്കുന്നതിനും തടയണയുടെ നിർമ്മാണം വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ. ശ്രീകൃഷ്ണപുരം, കരിമ്പുഴ ഗ്രാമപഞ്ചായത്തുകളിലെ കാർഷിക മേഖലയ്ക്ക് ഈ തടയണ ഉണർവേകും. പരിപാടിയിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. കെൽ പ്രോജക്ട് മാനേജർ കെ ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അശോക് കുമാർ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ ശീലാവതി, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജ്യോതിവാസൻ, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ VC ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NC ജയകൃഷ്ണൻ, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M അരുണ, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ C സുജിത്, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ KK ലിനി, ഗ്രാമപഞ്ചായത്ത് മെമ്പർ മണികണ്ഠൻ പാലാംകുഴി, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ B രാജേഷ്, AK ദേവി, ഭാസ്കരൻ ചിങ്ങനേഴി, M സെയ്താലി, KS മനോജ്, T സൗമ്യ എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം മനിശ്ശേരി തൃക്കങ്ങോട് യുവാവ് ഷോക്കേറ്റ് മരിച്ചു. തൃക്കങ്ങോട് പുതുപ്പറമ്പിൽ അജീഷാണ് മരിച്ചത്. പ്രഷർ ഗണ്ണിൽ നിന്നാണ് ഷോക്കേറ്റത്. വീടിന്റെ തറയോട് ചേർന്ന ഭാഗം ശുചിയാക്കുന്നതിനിടെ പ്രഷർ ഗണ്ണിൽ നിന്നാണ് ഷോക്കേറ്റത്. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയാണ് അപകടം നടന്നത്. ഉടനെ തന്നെ കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. യുവാവ് ഷോക്കേറ്റ് പിടയുന്നത് കണ്ട അയൽവാസിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ അജീഷിന്റെ പിതാവ് മെയിൻ സ്വിച്ച് ഉടനെ ഓഫ് ചെയ്തു. സംഭവ സ്ഥലത്ത് നിന്ന് CPR നൽകി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചതും മരണം സ്ഥിരീകരിച്ചു. പെയിന്റിംഗ് തൊഴിലാളിയാണ് അജീഷ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. SFIക്കാരുടെ തല തല്ലിപ്പൊളിച്ചവരെയും കയ്യും കാലും ഒടിച്ചവരെയും വെടിവെച്ചു കൊന്ന പോലീസുകാരെയും ഏതെങ്കിലും മാളിലോ മറ്റെവിടെങ്കിലും വെച്ചോ കൈകാര്യം ചെയ്ത ചരിത്രം SFIക്ക് ഇല്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. SFI ജില്ലാ സമ്മേളനം സ്വാഗത സംഘം രൂപീകരണ യോഗം മണ്ണാർക്കാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമരത്തിനിറങ്ങുമ്പോൾ മരിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ SFIയുടെ കൊടിക്കീഴിൽ അണിനിരക്കുന്നത്. ഇത്തരം പ്രക്ഷോഭങ്ങളിൽ തല തല്ലിപ്പൊളിക്കും, കൈകാലുകൾ തല്ലിയൊടിക്കും, വെടിവെപ്പുമൊക്കെ ഉണ്ടാകും. അതിനൊക്കെ വ്യക്തിപരമായ നിലയിൽ പ്രതികാരം ചെയ്യലല്ല SFIയുടെ ലക്ഷ്യം. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അടികൊണ്ട വേദനയിൽ അവന്റെ വ്യക്തിപരമായ താല്പര്യം വെച്ച് പ്രതികാരം ചെയ്താൽ SFI എന്ത് തെറ്റ് ചെയ്തു? എന്നാൽ ചെയ്തത് SFIക്കാരനായതുകൊണ്ട് ഇതെല്ലാം SFI ചെയ്തതാണെന്ന് വരുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ കാര്യങ്ങളെയും ചർച്ച ചെയ്യപ്പെടുന്ന വേദിയാക്കി കലാലയങ്ങളെ മാറ്റാൻ SFIക്ക് കഴിയുന്നു. വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടങ്ങൾ മാത്രമല്ല, അതിനപ്പുറം ലോകത്തും രാജ്യത്തും കേരളത്തിലുണ്ടാകുന്ന ഓരോ രാഷ്ട്രീയ മാറ്റങ്ങളെയും അതാത് കാലഘട്ടത്തിൽ തന്നെ അതാത് സമയങ്ങളിൽ തന്നെ ക്യാമ്പസുകളിൽ ചർച്ച ചെയ്യും, വിദ്യാർത്ഥികളിൽ അതിനനുസൃതമായി പുരോഗമന രാഷ്ട്രീയം പകർന്നു കൊടുക്കുക എന്ന പ്രധാനപ്പെട്ട കർത്തവ്യം നിർവഹിക്കാൻ SFIക്ക് കഴിയേണ്ടതുണ്ട്. കേവലം ക്യാമ്പസിലെ പൈതൃക കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളെയല്ല ഒരു കാലത്തും SFI അതിന് അനുകൂലമുണ്ട്. എല്ലാ ക്യാമ്പസുകളിലും പലപ്പോഴും നോക്കുമ്പോൾ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം ചുരുങ്ങുകയും ഗ്യാങ്ങിസത്തിന്റെ ഒരു രാഷ്ട്രീയം കടന്നു വരികയും ചെയ്യും. അപ്പൊ ഗ്യാങ്ങിസം അതൊരു പുതിയ രൂപത്തിൽ ഈ ക്യാമ്പസുകളിൽ രൂപപ്പെട്ടു തുടങ്ങുന്നത്. അവർ നിശ്ചയിക്കുന്നതാണ് ക്യാമ്പസ്. അവരെന്ത് ചെയ്താലും കാണുന്നതാണ് ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ. അതിനെതിർക്കുന്നത് ശരിയല്ല.
ഇനി അങ്ങനെ എപ്പോഴെങ്കിലും SFI എതിർത്താൽ SFI ഒറ്റക്കാരുടെ അല്ലെങ്കിൽ കുറ്റക്കാരൻ നിൽക്കേണ്ട മുതിക്കൂട്ടിലാക്കി മാറ്റുക എന്നത് ഈ കേരളത്തിലെ മാധ്യമങ്ങളുടെ താല്പര്യമായി മാറും. ക്യാമ്പസിലുണ്ടാകുന്ന ഏതെങ്കിലും ചെറിയ SFIയുടെ പോരായ്മകളെ പർവ്വതീകരിച്ചാണ് ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. SFI സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് ഷാദുലി അധ്യക്ഷനായി. CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ UT രാമകൃഷ്ണൻ, PM ആർഷോ, ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി, KK രാജൻ, SFI സംസ്ഥാന കമ്മിറ്റി അംഗം കാർത്തിക്, ജില്ലാ സെക്രട്ടറി വിപിൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫായിസ് എന്നിവർ പ്രസംഗിച്ചു. NK നാരായണൻകുട്ടി ചെയർമാനും M പുരുഷോത്തമൻ, K മൻസൂർ, GP രാമചന്ദ്രൻ, ഐലക്കര മുഹമ്മദ് അലി, സുനിത, K സ്മിത എന്നിവർ വൈസ് ചെയർമാൻമാരും, S വിപിൻ കൺവീനറും, VV അഭിഷേക്, അനന്തു, മുഹമ്മദ് ഫായിസ്, KK രാജൻ, P അലവി, അഖില, അശ്വനി, P മുസ്തഫ എന്നിവർ ജോയിന്റ് കൺവീനറുമായി 501 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. മാർച്ച് 7-8 തീയതികളിൽ മണ്ണാർക്കാടാണ് ജില്ലാ സമ്മേളനം. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഒരുങ്ങുന്നു. കരിമ്പുഴ തെരുവിൽ AUP സ്കൂളിന് സമീപം നിർമ്മിക്കുന്ന സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം പാലക്കാട് MP VK ശ്രീകണ്ഠൻ നിർവഹിച്ചു. നമ്മളുടെ അനാസ്ഥ കൊണ്ടും ഉദാസീനത കൊണ്ടും അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് നിസ്സാരമായി കാണുമ്പോൾ എന്താവും, കുറേ കഴിഞ്ഞ് രോഗം വല്ലാതെ മൂർച്ഛിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുമ്പോഴേക്കും ചികിത്സ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ പിന്നെ ചികിത്സിക്കാതിരിക്കാൻ പറ്റുമോ വെച്ചാൽ ചികിത്സിക്കണം. എത്ര ലക്ഷക്കണക്കിന് രൂപ ചെറിയ ചികിത്സകൾക്ക് പോലും നമുക്ക് വേണ്ടി വരും. അപ്പോൾ ആ കുടുംബം എന്താവും, സർക്കാരിന് പരിധിയുണ്ട്. പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയൊക്കെ പോയാൽ ബ്ലേഡ് അല്ല, അവിടെ കത്തിയല്ല, കോടാലിയാണ്. ബില്ല് ഒരു ദിവസം ജനപ്രതിയായിട്ടുള്ള ഞങ്ങൾക്കൊക്കെ പഞ്ചായത്ത് മെമ്പർമാർക്കും കിട്ടുന്നുണ്ടോ, ആശുപത്രി പോയി അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ബില്ല് വന്നു, എന്തെങ്കിലും ഒന്ന് ചെയ്യണം, വേറെ പൈസ ഇല്ല, വലിയ തുകയാണ് ആശുപത്രിയിലെ ചെലവ്. ഹെൽത്ത് ഗ്രാന്റ് ഫണ്ടിൽ നിന്നും 55 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സെന്ററിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രാഥമികാരോഗ്യ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രാജു കരിയോട്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പത്മജാക്ഷി PC, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൈമൂനത്ത് സാദിഖ്, ക്ഷേമകാര്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈദല VK, ബ്ലോക്ക് മെമ്പർമാരായ സുരേഷ് തെങ്ങിൻതോട്ടം, ജയകൃഷ്ണൻ P, കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മറ്റു പഞ്ചായത്ത് മെമ്പർമാർ, JHIമാർ, അംഗൻവാടി ജീവനക്കാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പ്രമുഖർ സംസാരിച്ചു. മലയോര ഹൈവേ നിർമ്മാണം വൈകുന്നതും ട്രോളുകളാകുന്നു. വാഹനങ്ങൾ പോകുമ്പോൾ ഉയരുന്ന പൊടിയാണ് പ്രധാന കണ്ടന്റ്. അലനല്ലൂർ അങ്ങാടിയാണ് ലൊക്കേഷൻ. വലിയ വാഹനങ്ങൾ പോയാൽ അലനല്ലൂർ അങ്ങാടി പൊടികൊണ്ട് മൂടും. ചുറ്റുമുള്ളത് ഒന്നും പിന്നെ കാണാൻ കഴിയില്ല. മൂക്കിലും വായയിലും കണ്ണിലും ഉൾപ്പെടെ സകലയിടത്തും പൊടി അടിച്ചു കയറും. നമ്മൾ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ച് പകച്ചു നിന്നു പോകും. കുമരംപുത്തൂർ ഒലിപ്പുഴ സംസ്ഥാനപാത മലയോര ഹൈവേയായി ഉയരുന്നതിനാൽ അങ്ങാടിയിലുള്ളവർ ഏറെ ആവേശത്തിലായിരുന്നു. എന്നാൽ അതിനു മുമ്പുള്ള ഈ 8ന്റെ പണി ആരും പ്രതീക്ഷിച്ചു കാണില്ല. പിന്നെ ആ അടിമാലി മൂന്നാർ റോഡ് വേഗം ഒന്ന് നന്നാക്കി തരണേ, എനിക്ക് ഇടയ്ക്കിടെ ആ വഴി പോകാനുള്ളതാ. ഇതിപ്പോ തന്നെ ശരിയാക്കിയേക്കാം. ഓക്കെ. ടാറിംഗ് വൈകുന്നതിനുള്ള കൃത്യമായ മറുപടി അധികൃതരിൽ നിന്നും ലഭിക്കുന്നില്ലെന്നാണ് വ്യാപാരികളും പ്രദേശവാസികളും പറയുന്നത്. എന്തായാലും ട്രോളന്മാർക്ക് അലനല്ലൂർ അങ്ങാടി ഇപ്പോൾ നല്ലൊരു ലൊക്കേഷനാണ്. കേരള സർക്കാർ ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇൻസിനറേറ്റർ സ്ഥാപിച്ചു. മണ്ണമ്പറ്റ VTB കോളേജിൽ 300 വിദ്യാർത്ഥികൾക്ക് മെൻസ്ട്രുവൽ കപ്പും വിതരണം ചെയ്തു. ഒറ്റപ്പാലം MLA K പ്രേംകുമാർ പരിപാടികൾ ഉദ്ഘാടനം നിർവഹിച്ചു. നെറ്റ് സീറോ കാർബൺ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നത്.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ AK ശീലാവതി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജ്യോതിവാസൻ, ബ്ലോക്ക് മെമ്പർ CV അനിത, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VC ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ P രജനി, N വിദ്യാലക്ഷ്മി, ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ A അനുഷ, VTB കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ T സിന്ധു, യൂണിയൻ ചെയർപേഴ്സൺ R സ്നേഹ ശ്രീകൃഷ്ണപുരം, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ PS ആര്യ, ഹെഡ്മിസ്ട്രസ് B സുനിതാകുമാരി എന്നിവർ സംസാരിച്ചു. തിരുവിഴാംകുന്ന് അമ്പലപ്പാറ തോടുകാട് ഭാഗത്ത് നിരവധി തവണ ആളുകൾ കടുവയെ കണ്ടതോടെ നാട്ടുകാരുടെ ആവശ്യപ്രകാരം കെണിക്കൂട് തോടുകാട് ഭാഗത്ത് എത്തിച്ചെങ്കിലും ഇരയെ വെച്ച് കൂട് സ്ഥാപിക്കാൻ വനം വകുപ്പ് തയ്യാറായിട്ടില്ല. ഈ മാസം 2-ാം തീയതിയാണ് കൂട് ഇവിടേക്ക് കൊണ്ടുവന്നത്. ജനവാസ മേഖലകളായ കാപ്പുപറമ്പ്, തോടുകാട് ഭാഗങ്ങളിൽ കടുവയെ നിരവധി തവണ ആളുകൾ കണ്ടിരുന്നു. പ്രദേശവാസികളുടെ സ്വൈര്യ ജീവിതത്തെ കടുവയുടെ സാന്നിധ്യം ബാധിക്കുന്നുണ്ടെന്നും കൂട് സ്ഥാപിച്ച് പിടിക്കണമെന്നും ആവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മ നടത്തിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഈ മാസം 2-ാം തീയതി കൂട് കൊണ്ടുവന്നത്. തോടുകാട് പള്ളിക്ക് സമീപം ഈ കൂട് വെച്ചിട്ട് 20 ദിവസം കഴിഞ്ഞിട്ടും ഇരയെ വെച്ച് കൂട് സ്ഥാപിക്കാൻ വനം വകുപ്പ് തയ്യാറായിട്ടില്ല. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി ലഭിക്കാത്തതാണ് കൂട് സ്ഥാപിക്കുന്നതിൽ കാലതാമസം വരാൻ കാരണമെന്നാണ് വനം വകുപ്പ് നൽകുന്ന വിശദീകരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പോഴും കടുവ ഭീതിയിലാണ് ഈ പ്രദേശങ്ങൾ. കഠിനമായ വേനൽ ചൂടിൽ നാട് വെന്തുരുകുമ്പോൾ വിപണിയിലെ തണ്ണിമത്തൻ ഡിമാൻഡ് മുൻനിർത്തി വേറിട്ട കൃഷി പരീക്ഷണവുമായി കർഷകർ. അമ്പലപ്പാറ വേങ്ങശ്ശേരി കണ്ണത്തുകളം വീട്ടിൽ വിജയരാഘവനും സുഹൃത്തും കാർഷിക വിദഗ്ധനുമായ സെയ്ഫുള്ളയും ചേർന്നാണ് 10 ഏക്കറിൽ തണ്ണിമത്തൻ കൃഷി ഒരുക്കിയത്. ഇതിൽ ആദ്യഘട്ടമായി കൃഷിയിറക്കിയ 5 ഏക്കറിലെ വിളവെടുപ്പ് കഴിഞ്ഞ ദിവസം K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വിപണിയിൽ സാധാരണ കാണാറുള്ള ചുവന്ന തണ്ണിമത്തനുകൾക്ക് പുറമെ അധികമാരും കൃഷി ചെയ്യാത്ത ആകർഷകമായ ഓറഞ്ച്, മഞ്ഞ നിറത്തിലുള്ള തണ്ണിമത്തനുകളാണ് ഇവിടെ വിളവെടുക്കുന്നത്. കരിങ്കല്ലാത്താണിയിൽ നിന്നും എത്തിച്ച മികച്ച ഇനം ഹൈബ്രിഡ് വിത്തുകളാണ് കൃഷിക്കായി ഉപയോഗിച്ചത്. സെയ്ഫുള്ളയുടെ കാർഷിക രംഗത്തെ പരിചയ സമ്പത്ത് കൃഷിക്ക് വലിയ മുതൽക്കൂട്ടായി. കൃഷിയിറക്കി വെറും 60 ദിവസത്തിനുള്ളിൽ തന്നെ വിളവെടുപ്പിന് പാകമായി എന്നതാണ് ഈ ഇനങ്ങളുടെ പ്രത്യേകത. 2 കിലോ മുതൽ 10 കിലോ വരെ തൂക്കമുള്ള കായകളാണ് ഓരോ തടത്തിലും വിളഞ്ഞു നിൽക്കുന്നത്. 5 ഏക്കറിൽ നിന്ന് മാത്രം ഏകദേശം 75 ടണ്ണോളം വിളവ് ലഭിക്കുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. തണ്ണിമത്തനാണ് ചെയ്തിരിക്കുന്നത്. ഒരു 10 പരീക്ഷ അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. ഒരു 10 ഏക്കർ നമ്മുടെ സുഹൃത്തും കൂടിയിട്ടാണ്. അവരൊരു പ്രചോദനത്തിനനുസരിച്ചിട്ടാണ് ഞാനത് ചെയ്യാൻ കാരണം. അപ്പോൾ നമുക്കിപ്പോൾ അതൊരു 80% വിജയത്തോടെ ഞാൻ നിൽക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള വിളവെടുക്കുമ്പോഴാണ് നമുക്കറിയുള്ളൂ. എന്തായാലും എനിക്കിത് നമ്മുടെ നാട്ടിലെ ഒരു വ്യത്യസ്ത കളറായിട്ട് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. മറ്റേ തണ്ണിമത്തന് ഈ തണ്ണിമത്തൻ നോക്കുമ്പോൾ രണ്ട് വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ ഈ യെല്ലോ നല്ല മധുരമുള്ളതാണ്. ഓറഞ്ച് അങ്ങനെ അതുവരെ അവിടെ കണ്ടിട്ടില്ല. അത് കാരണം കൊണ്ട് ഞാനത് പരീക്ഷിച്ചത്. അതുകൊണ്ട് അതിനനുസരിച്ച് ഡിമാൻഡും ഉണ്ട്. നല്ല രീതിയിൽ ഇപ്പോൾ പോകുന്നുണ്ട്. തെറ്റില്ലാത്ത വളവും എനിക്ക് കിട്ടി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തണ്ണിമത്തൻ തേടി നിരവധി ആവശ്യക്കാരാണ് ഇപ്പോൾ വേങ്ങശ്ശേരിയിലേക്ക് എത്തുന്നത്. വേനൽ കടുത്തതോടെ തണ്ണിമത്തന വിപണിയിൽ വൻ ഡിമാൻഡാണ് അനുഭവപ്പെടുന്നത്. 5 ഏക്കറിലെ കൃഷിക്കായി 7 ലക്ഷത്തിലധികം രൂപയാണ് ചിലവായത്. ആദ്യഘട്ടത്തിലെ മികച്ച വിജയവും വിപണിയിലെ വർദ്ധിച്ച ആവശ്യകതയും കണക്കിലെടുത്ത് വിളവെടുപ്പ് പൂർത്തിയാക്കി 15 ദിവസത്തിനുള്ളിൽ തന്നെ വീണ്ടും കൃഷിയിറക്കാനാണ് വിജയരാഘവന്റെ തീരുമാനം. മേലാറ്റൂർ കേന്ദ്രീകരിച്ച് 13 യുവാക്കളുടെ കൂട്ടായ്മയിൽ മേലാറ്റൂർ എന്റർടൈൻമെന്റ് ഇവന്റ്സ് എന്ന കമ്പനിക്ക് രൂപം നൽകി. മേലാറ്റൂരിലെ കലാ സാംസ്കാരികവും സാമൂഹികവുമായ വേദികൾക്ക് പുതുമയും പ്രൊഫഷണലിസവും കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് കമ്പനി ഡയറക്ടർ അംഗങ്ങൾ അറിയിച്ചു. മേലാറ്റൂർ കേന്ദ്രീകരിച്ച് മേലാറ്റൂർ എന്റർടൈൻമെന്റ് ഇവന്റ്സ് എന്ന കമ്പനിക്ക് രൂപം നൽകിയിരിക്കുകയാണ് 13 യുവാക്കളടങ്ങുന്ന സംരംഭക കൂട്ടായ്മ. കമ്പനിയുടെ ഔദ്യോഗിക ലോഗോ പ്രകാശനവും ആദ്യ പ്രോഗ്രാം മേലാറ്റൂർ പാട്ട് എന്ന പേരിൽ ഏപ്രിൽ 18-ന് സംഘടിപ്പിക്കും. യുവഗായകനും വ്ലോഗറുമായ ഹനാൻ ഷായുടെ സ്റ്റേജ് പ്രോഗ്രാമാണ് ആദ്യം സംഘടിപ്പിക്കുക. കമ്പനിയുടെ പ്രവർത്തന ഉദ്ദേശങ്ങൾ മലപ്പുറം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ വിവരിച്ചു. ഏപ്രിൽ 18-ന് മേലാറ്റൂർ പാട്ട് എന്ന് പറയുന്നൊരു പ്രോഗ്രാം സംഘടിപ്പിക്കണം. ഹനാൻ ഷാണ് അതിൽ പങ്കെടുക്കുന്നത്. മേലാറ്റൂർ നാട്ടില് കലാകായികപരമായിട്ട് ഒരുപാട് പരിപാടികൾ കണ്ടന്റ് ചെയ്ത ആൾക്കാരാണ്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇവർ പറഞ്ഞ പോലെ തന്നെ നാട്ടിലെ ചെറുകിട കച്ചവടക്കാർക്ക് മുതൽ എല്ലാവർക്കും ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടണം. നാട്ടിലൊരു ഉത്സവാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. കലാപരമായിട്ട് കുട്ടികളെ വളർത്തുക എന്നുള്ളത് ചെയ്യേണ്ട ഒരു സംഭവമാണ്, ആവശ്യമാണ്. കാരണം
അറിയാലോ, ഓരോന്നും മയക്കുമരുന്ന് ഇതിനൊക്കെ അടിമപ്പെട്ടിരിക്കുകയാണ്. ഡയറക്ടർമാരായ അഫ്സൽ PP, A അമീർ ആഷിഖ്, A അൻവർ ജിയാസ്, ഷാഫി ചന്തപ്പടി, ജാസിർ ചന്തപ്പടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സിന്റെ പട്ടാമ്പി ഷോറൂമിൽ ന്യൂർ വസ്ത്ര റമദാൻ സ്പെഷ്യൽ കളക്ഷൻ ആരംഭിച്ചു. പട്ടാമ്പി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അൻഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾ ഉപഭോക്താക്കളുമായി പങ്കുവച്ചാണ് ഇമ്മാനുവൽ സിൽക്സ് നൂർ വസ്ത്ര റമദാൻ സ്പെഷ്യൽ കളക്ഷൻ ആരംഭിച്ചത്. ശനിയാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ പട്ടാമ്പി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അൻഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ദിവസങ്ങളിൽ കടന്നു വരുന്തോറും പുതിയ വസ്ത്രം, പൊതുവെ റംസാനുള്ള ഒരു പ്രത്യേകതയാണ്. എല്ലാവരും പുതിയ വസ്ത്രം, നമ്മുടെ മറ്റുള്ള ചിലവുകളെല്ലാം മാറ്റിവെച്ച് പോലും എല്ലാവരും പുതിയ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് അന്ന് പള്ളിയിലൊക്കെ പോകുന്ന ഒരു വലിയ കാര്യമായിട്ടാണ് അതെടുക്കാറ്. ഇമ്മാനുവൽ സിൽക്സിലെ രണ്ടാമത്തെ പ്രോഗ്രാം ഉദ്ഘാടന പരിപാടിയാണ് ഞാൻ വന്നതിന് ശേഷം ഇവിടെയുള്ള ഉണ്ടായിട്ടുള്ളത്. അതിലെന്നെ ക്ഷണിച്ചതിന് ഞാൻ ഇതിലെല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ റംസാനും നല്ല നല്ല കളക്ഷൻസ് ഇവിടുത്തെ പട്ടാമ്പിക്കാർക്കും പരിസരത്തുള്ള മറ്റുള്ള എല്ലാവർക്കും നൽകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഇതിൻ്റെ സ്റ്റാഫുകൾക്കും കോർഡിനേഷൻ മാനേജ്മെന്റ് എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇത് ഔപചാരികമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി, ചേംബർ ഓഫ് കൊമേഴ്ഷ്യൽ പ്രസിഡന്റ് KP കമാൽ, പരിസ്ഥിതി പ്രവർത്തകൻ വേളേരിമഠം മുരളീധരൻ എന്നിവർ മുഖ്യാതിഥികൾ ആയിരുന്നു. ചടങ്ങിൽ CEO ബൈജു TO, ഷോറൂം മാനേജർ മൊബേഷ് എന്നിവരും പങ്കെടുത്തു. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഉത്സവമായ റമദാൻ ആഘോഷങ്ങൾക്ക് പകിട്ടേകുവാൻ ഇമ്മാനുവൽ സിൽക്സ് ഏറ്റവും വലിയ ഫെസ്റ്റിവൽ കളക്ഷനും എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ, മറ്റ് ആകർഷകമായ സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. സാരികൾ, ലേഡീസ് വെയർ, ജെൻസ് വെയർ, കിഡ്സ് വെയർ എന്നീ വിഭാഗങ്ങളിൽ മികച്ച റമദാൻ കളക്ഷനുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. മികച്ച ബ്രാൻഡുകൾ ഉൾക്കൊള്ളുന്ന മെൻസ് വെയർ വിഭാഗവും ഈ ഫെസ്റ്റിന്റെ പ്രത്യേകതയാണ്. റമദാൻ ആഘോഷങ്ങളിൽ തിളങ്ങാൻ ഏറ്റവും വലിയ കിഡ്സ് ഫാഷൻ കളക്ഷനുമായി കിഡ്സ് വെയർ വിഭാഗവും ഈ ഫെസ്റ്റിന് മാറ്റുകൂട്ടുന്നു. വെഡ്ഡിംഗ് സാരികൾ, ലാച്ചകൾ, ലഹങ്കകൾ, ഗൗണുകൾ, വെഡ്ഡിംഗ് സ്യൂട്ട്, വെഡ്ഡിംഗ് ധോത്തി എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു. ഇമ്മാനുവലിൽ വന്നാൽ വൻ വിലക്കുറവിനൊപ്പം നേടാം കൈനിറയെ സമ്മാനങ്ങളും. തിരുവാഴിയോട് GLP സ്കൂളിൽ KSSPU ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക കോർണർ ഒരുക്കി. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N രമാദേവി പുസ്തക കോർണർ ഉദ്ഘാടനം ചെയ്തു. KSSPU ജില്ലാ കമ്മിറ്റി അംഗം CN നാരായണഗുപ്തൻ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ ഒറ്റപ്പാലം താലൂക്ക് സെക്രട്ടറി KP സുധീർ മുഖ്യപ്രഭാഷണം നടത്തി. അലമാരിയും പുസ്തകങ്ങളും KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി O മോഹൻദാസിൽ നിന്ന് സ്കൂൾ പ്രധാനാധ്യാപിക M ജ്യോതിസ് കുമാരിയും അധ്യാപക രക്ഷകർതൃ സമിതി പ്രസിഡന്റ് ES സജിതയും ചേർന്ന് ഏറ്റുവാങ്ങി. ബ്ലോക്ക് സെക്രട്ടറി K രാജഗോപാലൻ, ട്രഷറർ E സൂര്യനാരായണൻ എന്നിവർ പങ്കെടുത്തു. മികച്ച പ്രമേയവുമായി മൂത്താശ്ശേരി തിയേറ്ററിൽ. പ്രകൃതി സംരക്ഷണത്തിനു വേണ്ടി നിലകൊണ്ട ഒരു കുടുംബനാഥന്റെ ത്യാഗമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. കപൂർ ഫിലിംസിന്റെ ബാനറിൽ ഡോക്ടർ V വേണുഗോപാലും P സുശീലയും നിർമ്മിച്ച ചിത്രം സുരേഷ് ഇരിങ്ങല്ലൂരാണ് സംവിധാനം ചെയ്തത്. പെരിന്തൽമണ്ണയിലാണ് സിനിമ ചിത്രീകരിച്ചത്. മനുഷ്യരുടെ ശരീരത്തിലുള്ള ചോര ഒഴുകുന്നത് ഞരമ്പുകൾ കൂടെയല്ലേ, അതുപോലെ ഭൂമിക്കുണ്ട് നാടി ഞരമ്പുകൾ. പാറയ്ക്ക് വേണ്ടി മല തുരന്ന് തുരന്ന് കുറിഞ്ഞിമല പാതാളായി. കാലങ്ങളായി ഞങ്ങളെ എച്ചിൽ നിന്നിട്ട് ഞങ്ങളെ ചതിച്ച് ജീവിച്ചില്ലേ. ഞാൻ നിന്റെ കാല് പിടിക്കാം. എനിക്ക് വേണ്ടി നിനക്കൊരു കളവ് പറയാമോ? എന്റെ അച്ഛൻ അപ്പൂപ്പന്മാരെ തലമുറയായിട്ട് കൈമാറി വരുന്ന മൂത്താശാരിയുടെ അധികാര ദണ്ഡത്. ഞങ്ങൾ ഇത് എല്ലാരോടും പറയും. മൂത്താശാരിയുടെ തന്നിറം എല്ലാവരും അറിയട്ടെ. അവർ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുക. ചതിച്ചു കൊല്ലല് പെരുന്തച്ഛന്റെ കാലം മുതലുള്ള ശീലമല്ലേ. ഡോക്ടർ V വേണുഗോപാലിന്റെ സിനിമ വീണ്ടും ചർച്ചയാവുകയാണ്. സമൂഹത്തിന് അവബോധം നൽകുന്ന വിഷയങ്ങളിൽ നിരവധി ഹ്രസ്വ ചിത്രങ്ങളും ഡോക്യുമെന്ററികളും നിർമ്മിക്കുകയും അഭിനയിക്കുകയും ചെയ്ത ഡോക്ടർ V വേണുഗോപാൽ
വ്യത്യസ്തമായൊരു പ്രമേയത്തിലാണ് മൂത്താശാരി എന്ന പുതിയ ചിത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രം പെരിന്തൽമണ്ണ വിസ്മയ തിയേറ്ററിൽ ഫെബ്രുവരി 20 വെള്ളിയാഴ്ച പ്രദർശനം തുടങ്ങി. പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ട ഒരു കുടുംബനാഥന്റെ ത്യാഗമാണ് സിനിമയുടെ ഇതിവൃത്തം. കുട്ടികളെ ഇതാരോടും പറയരുത്. പറയും, ഞങ്ങൾ ഇത് എല്ലാരോടും പറയും. മൂത്താശ്ശേരിയുടെ തന്നിറം എല്ലാവരും അറിയട്ടെ. ഒരു മൂത്താശാരി വന്നിരിക്കുന്നു. ദയവായി ഇനി ഇവിടെ വരരുത്. ചെറിയച്ചമാരുടെ മുന്നിൽ പെടാതെ നോക്കിക്കോ. അവര് നിങ്ങളെ വെച്ചേക്കില്ല. അവരെന്നെ കൊന്നോട്ടെ, എനിക്കതിൽ വിഷമില്ല. കുറിഞ്ഞിമലയുടെ അവസ്ഥ കോവിലംകുന്നിന് വരരുത്. അത് ഭരതന്റെ ആത്മാവ് പൊറുക്കില്ല മോളെ. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യണം മോളെ. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ ദയവ് ചെയ്ത് എന്നെ കൊണ്ട് അരുതാത്തത് പറയിപ്പിക്കരുത്. എനിക്ക് തോന്നുന്നത് ഇത്രയും ഒരു മുഴുനീള റോൾ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണം. കാരണം വേറെ ആരും എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ റോളൊന്നും തരില്ല. അപ്പോൾ അത് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് മുഖ്യ റോൾ ഞാൻ തന്നെ ചെയ്യണത്. വലിയ കുഴപ്പമില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഇന്നലെ ആൾക്കാർ കണ്ടിരുന്നു. കണ്ടപ്പോൾ പ്രതികരണമൊക്കെ വളരെ നല്ലതാണ്, നന്നായിട്ടുണ്ട് എന്നുള്ളതാണ് അഭിപ്രായം. പക്ഷേ ആകെ ഇതിലൊരു ബുദ്ധിമുട്ടുള്ളത് ഇപ്പം നോമ്പ് കാലമാവുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ആൾക്കാർക്ക് വരാൻ. കാരണം പക്ഷെ വേറെ ഇതുവരെ കിട്ടാൻ വഴിയില്ലായിട്ടാണ്. ഏതോടെ ഒരു കൊല്ലമായി വെയിറ്റ് ചെയ്യണു. ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞാൽ പെരുന്നാൾ കഴിഞ്ഞാലും ഉടനെ നമുക്ക് അവസരം കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ സമയത്ത് തിരഞ്ഞെടുക്കാനുള്ള കാരണം. അതിൻ്റെ സ്ക്രിപ്റ്റും സംവിധാനവും സുരേഷ് ഇരിങ്ങല്ലൂരാണ്. എനിക്ക് തോന്നുന്നത് ഇത് വളരെ നല്ലൊരു സ്ക്രിപ്റ്റാണ്. പ്രകൃതി സംരക്ഷിക്കാനുള്ള ഒരു സ്ക്രിപ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വേറെ ആരെയും ഇതിൽ കുറ്റം പറയാനൊന്നുമല്ല. കാരണം നമുക്ക് പ്രകൃതി ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എടുത്തിട്ടുള്ളതാണ്. അതിന് ഒരു മൂത്താശാരി എന്ന് പറയുന്ന ഒരാൾ, ഒരു സീനിയർ കാർപ്പൻ്റർ നടത്തുന്ന അവന് വരുന്ന തടസ്സം അതിനെ ഓവർകം ചെയ്ത് 50ലേറെ സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്ത ഡോക്ടർ വി വേണുഗോപാൽ നിർമ്മിച്ച രണ്ടാമത്തെ ചിത്രമാണിത്. ഡോക്ടർ മുഖ്യ കഥാപാത്രം അവതരിപ്പിക്കുകയും ചെയ്തു. ആദ്യം നിർമ്മിച്ച ചിത്രമായ സ്റ്റെതസ്കോപ്പ് സംവിധാനം ചെയ്ത സുരേഷ് ഇരിങ്ങല്ലൂരാണ് മൂത്താശാരിയും സംവിധാനം ചെയ്തത്. സുരേഷ് ഇരിങ്ങല്ലൂർ തന്നെയാണ് രചനയും നിർവഹിച്ചത്. മൂത്താശ്ശേരി, അതായത് പ്രകൃതി സംരക്ഷണത്തിന്റെ വലിയൊരു കാര്യം പറയുന്ന ഒരു കുന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമരമാണ് എൻ്റെ ഇതിവൃത്തം. ഈ തീം സാറിനോട് പറഞ്ഞപ്പോൾ സാറ് ചോദിച്ചത് നമുക്കിത് ചെയ്താലോ എന്ന്. വലിയ ക്യാൻവാസിൽ സിനിമ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് അറിയാലോ, സാമ്പത്തികം. അപ്പോൾ വളരെ പരിമിതമായ ഈ മെറ്റീരിയൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്തത്. പക്ഷേ ആളുകൾക്കൊക്കെ ഇഷ്ടാവുന്നുണ്ട്. ഈ സന്ദേശം ആളിലേക്ക് എത്താൻ ഈ സിനിമയിൽ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കൃഷ്ണ പോറ്റി, രജനി, ഡോക്ടർ സുചിത്ര ജിതൻ, ശിവശങ്കർ, ഗോവിന്ദ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ. മികച്ച അവസരമാണ് ചിത്രത്തിൽ ലഭിച്ചതെന്ന് അഭിനേതാക്കൾ പറഞ്ഞു. ഇത് ശരിക്കും എൻ്റെ ആദ്യത്തെ സിനിമ, എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അവസരമാണിത്. അപ്പം എനിക്ക് ഡോക്ടർ വേണുഗോപാൽ സാറിൻ്റെ അതുവഴിയാണ് ഹസ്ബൻഡുമായിട്ട് നമ്മൾ അറിയാം, പരിചയമുണ്ട്, ഫാമിലിയായിട്ട്. ആ ത്രൂ ആണ് എനിക്ക് സിനിമയിലേക്ക് ഒരു അവസരം കിട്ടുന്നത്. പിന്നെ ഓഡീഷനൊക്കെ പോയപ്പം ഡയറക്ടർ നമ്മളുടെ സുരേഷ് ഇരിങ്ങല്ലൂർ സാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനു മുന്നേ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ആക്ട് ചെയ്തിട്ട്. അപ്പം സാറ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ഇത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നേരെ പറഞ്ഞു തന്ന് ഞാൻ പഠിച്ചിട്ടാണ് ശരിക്കും ഇത് ചെയ്തത്. ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമയുടെ ഭാഗമാവാൻ പറ്റിയതിൽ. നമ്മുടെ സൊസൈറ്റിക്ക് ഒരു വലിയ മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമയാണിത്. മറ്റേ നമ്മുടെ ഡോക്ടർ ചെയ്യുന്ന ഒട്ടുമിക്ക സിനിമകളിലും അതിൻ്റെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിക്കാനുള്ള ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. ഈ മൂത്താശ്ശേരിയിലും ഒരു റോള് ചെയ്യാൻ കഴിഞ്ഞു. ഡോക്ടർ ഇത് രണ്ടാമത്തെ സിനിമയാണ്. ഒരുപാട് ഷോർട്ട് ഫിലിമുകളും മറ്റേ ഡോക്യുമെൻ്ററികളും ചെയ്തിട്ടുണ്ട് ഡോക്ടർ. ഈ സിനിമ കൂടുതൽ വിജയപ്രദമായിട്ട് ഓടട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. അഷ്റഫ് പാലാഴിയാണ് ക്യാമറ. പെരിന്തൽമണ്ണ, എരവിമംഗലം, കൊടികുത്തിമല എന്നിവിടങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചത്. ചെറുപ്പുളശ്ശേരിയിൽ നാളെ നടക്കാനിരിക്കുന്ന നഗര നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചെറുപ്പുളശ്ശേരിയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ചെറുപ്പുളശ്ശേരിയിൽ റോഡിന്റെ ഇരുവശത്തും ദീപാലങ്കാര ലൈറ്റുകൾ സ്ഥാപിച്ചു. ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം ചെറുപ്പുളശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ സി ജയകൃഷ്ണൻ നിർവഹിച്ചു. വികസന ചെയർമാൻ വി പി ഷമീജ്, കേരള വ്യവസായ ഏകോപന സമിതി പാലക്കാട് ജില്ലാ സെക്രട്ടറിയും ചെറുപ്പുളശ്ശേരി യൂണിറ്റ് പ്രസിഡന്റുമായ കെ എ ഹമീദ്, വ്യാപാരി വ്യവസായി നേതാക്കളായ താഹിർ നിള, കേശവൻകുട്ടി, ഷംസുദ്ദീൻ, വാർഡ് കൗൺസിലർ പി സുബീഷ്, മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളായ സൽമാൻ കൂടമംഗലം,
ഇക്ബാൽ ദുർആനി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വർഷക്കാലമായി ചെറുപ്പശ്ശേരിയിലെ വ്യാപാരികളും പൊതുജനങ്ങളും ഒക്കെ ഒരുപാട് പ്രയാസം അനുഭവിച്ചുവെങ്കിലും ഇന്ന് ഏറ്റവും നല്ല സുന്ദരമായ പാലക്കാട് ജില്ലയിൽ ഇങ്ങനെ ഒരു അങ്ങാടി നമുക്ക് കാണാൻ കഴിയില്ല. ആ തരത്തിലുള്ള വളരെ നല്ല ഭംഗിയോടുകൂടി ഉള്ള ഒരു നടപ്പാതയും അതുപോലെ തന്നെ റോഡും എല്ലാം ദീപാലംകൃതമായിട്ടുള്ള റോഡുകളും ഒക്കെ ആക്കി നെല്ലായ മുതൽ നമ്മുടെ കാവിന് അപ്പുറം വരെ വരെയുള്ള സ്ഥലങ്ങളിൽ വളരെ ഭംഗിയാക്കി തീർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒട്ടനവധി ആളുകളുടെ പ്രയത്നമുണ്ട്. ഞങ്ങൾക്കത് നേരിൽ കണ്ടറിയാം. കഴിഞ്ഞ സലീഗ MLA മുതൽ ഇങ്ങോട്ടുള്ള അപ്പോഴാണ് നമ്മൾ സുരേഷ് പഞ്ചായത്ത് പ്രസിഡന്റും സലീഗ MLA ആയിരുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഇതിൻ്റെ ഒരു രൂപം പിന്നെ അതൊരു DPR ഒന്നാണ് ഉണ്ടായത്. അതിനുശേഷം വന്ന ജനപ്രതിനിധികളൊക്കെ വളരെ ആത്മാർത്ഥമായി ശശിയേട്ടനാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ മമ്മിക്കുട്ടിയൊക്കെ ആണെങ്കിലും ഒക്കെ വളരെ ആത്മാർത്ഥമായി ഈ ഒരു നാട് ഈ രീതിയിലാകാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ട്. അതിനിടയിൽ വന്ന നഗരസഭാ ഭരണാധികാരികളും ഒട്ടനവധി പിന്നെ ത്യാഗങ്ങളും ഒട്ടനവധി സംഭാവനകളും ഇന്ന് ഈ നഗരം ഈ രീതിയിലാവുന്നതിന് പങ്കുവഹിച്ചിട്ടുണ്ട്. നാളെ ചെറുപ്പശ്ശേരിയിലെ ഒരു മഹോത്സവം നടക്കുകയാണ്. എന്താണ് മഹോത്സവം എന്ന് പറഞ്ഞാൽ നമ്മളേവരും സ്വപ്നം കണ്ട രീതിക്കനുസരിച്ച് അല്ലെങ്കിൽ സ്വപ്നം കണ്ടതിനേക്കാൾ കൂടുതൽ വലിയ രീതിക്കനുസരിച്ച് ചെറുപ്പശ്ശേരിയിലെ നവീകരണത്തിൻ്റെ റോഡ് നവീകരണത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് നടക്കുന്നത്. ഞാനൊന്നും വിചാരിച്ചില്ല എൻ്റെ ഈ വയസ്സിനകത്ത് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെറുപ്പശ്ശേരി നഗരം ഇത്ര സുന്ദരമായിട്ടുള്ളൊരു നഗരമാകുമെന്നൊന്നും ഞാനൊന്നും വിചാരിച്ചിട്ടില്ല. നമ്മുടെ അത്ര നല്ല മനോഹരമായ രീതിക്കനുസരിച്ച് എന്ന് പറഞ്ഞാൽ ചെറുപ്പശ്ശേരി ഒരു നല്ലൊരു സുന്ദരിയാക്കി മാറ്റുന്ന രീതിക്കനുസരിച്ചുള്ള നഗര നവീകരണമാണ് ഇവിടെ വന്നിട്ടുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന ആരോപണം. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന ഗർഭിണി മരിച്ചു. ചെറുപ്പശ്ശേരിയുടെ വികസന കുതിപ്പിന്റെ മറുമുഖം. പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരങ്ങളാൽ ചുറ്റപ്പെട്ട് നഗരം. ചോദ്യചിഹ്നമായി മാറുന്ന മാലിന്യ നിർമ്മാർജ്ജനത്തിലെ ഗുരുതര വീഴ്ചകൾ. തത്തേങ്ങലത്ത് സ്ഥലം ലഭിച്ച ആദിവാസി കുടുംബങ്ങൾ ലൈഫ് പദ്ധതി ലിസ്റ്റിൽ. ഉടൻ വീട് അനുവദിക്കുമെന്ന് തെങ്കര പഞ്ചായത്ത് ഭരണസമിതി. ഇതിനിടയ്ക്ക് സംരക്ഷകരായി ചിലർ അവതരിച്ചത് രാഷ്ട്രീയ നാടകമെന്ന ആരോപണം. കേന്ദ്ര സർക്കാർ പുതിയ ട്രാൻസ്പോർട്ട് നിയമങ്ങൾ നടപ്പാക്കിയാൽ തിരിച്ചടിയാകുമെന്ന് ഓട്ടോ ടാക്സി തൊഴിലാളികൾ. നിയമങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യവുമായി പെരിന്തൽമണ്ണ പോസ്റ്റ് ഓഫീസിലേക്ക് ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയന്റെ മാർച്ച്. കരിമ്പുഴയ്ക്ക് കുറുകെ വലമ്പിലിമംഗലം മുണ്ടോർശി തടയണ 4.34 കോടി രൂപയുടെ പദ്ധതിക്ക് ഉദ്ഘാടനം നിർവഹിച്ച് MLA K പ്രേംകുമാർ. പ്രഷർ ഗണ്ണിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചു. ഒറ്റപ്പാലം മനിശ്ശേരി തൃക്കങ്ങോട് സ്വദേശി പുതുപ്പറമ്പിൽ അജീഷാണ് മരിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.